കുറ്റിപ്പുറം ബസ് അപകടം നടന്നയിടത്ത് ദേശീയപാത നിർമ്മാണത്തിന്റെ അശാസ്ത്രീയത സ്ഥിരം അപകടങ്ങൾക്ക് വഴിവെക്കുന്നു എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. എല്ലാ ദിവസവും ഒന്നിലധികം അപകടങ്ങൾ നടക്കുന്ന സ്ഥിതിയാണ് സ്ഥലത്തുള്ളത്. 3 വരി പാതയിൽ നിന്നും കുറ്റിപ്പുറം പാലത്തിനടുത്തെത്തുമ്പോൾ 2 വരിയായി വാഹനങ്ങൾ പോകേണ്ട നിലയിലേക്ക് ചുരുങ്ങുന്നത് അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കുറ്റിപ്പുറത്ത് ബസ് അപകടം നടന്നത് ഞാൻ ഈ നിൽക്കുന്ന ഇടത്ത് നിന്നും 200 മീറ്റർ മാറിയുള്ള ഒരു ഇടത്താണ്. ഈ ഭാഗത്ത് കൂടുതലായ അപകടങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഹൈവേയുടെ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ്. അതായത് ഈ ഹൈവേയുടെ നിർമ്മാണത്തിൽ ചെറിയ പിശകുണ്ട് ഈ ഭാഗത്ത് എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ നിന്ന് കുറച്ച് മാറി ഒരു ഇറക്കം ആരംഭിക്കുന്നതാണ്. ആ ഇറക്കത്ത് വാഹനങ്ങൾ താരതമ്യേന നല്ല വേഗതയിലാണ് വരിക. ആ വേഗതയിൽ വന്നതിന് ശേഷം നേരെ ചെന്നെത്തുന്ന സ്ഥലം എന്ന് പറയുന്നതാണ് ആ ഭാഗത്ത് കുറ്റിപ്പുറം പാലത്തിലേക്ക് കടക്കുന്ന ഭാഗം. അതിന് തൊട്ട് മുൻപായി ഉള്ള സ്ഥലം, ആ സ്ഥലം ഒരു വളവോട് കൂടിയ സ്ഥലമാണ്. അത് അപകടങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു എന്നുള്ളതാണ് പറയുന്നത്. കാരണം വലിയ വേഗതയിലെത്തുന്ന വാഹനങ്ങൾ പെട്ടെന്ന് ഇത്തരത്തിൽ ഒരു വളവ് ആ ഭാഗത്തേക്ക് എത്തുമ്പോൾ വേഗത കുറയ്ക്കേണ്ടി വരുന്നു. ആ വേഗത കുറയ്ക്കുന്ന ഒരു സമയത്ത് പലപ്പോഴും വലിയ വാഹനങ്ങൾ ബ്രേക്ക് ഇടുന്ന സമയത്ത് നിയന്ത്രണം നഷ്ടപ്പെടുന്നു. അങ്ങനെ നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടങ്ങൾ ഇവിടെ പതിവാകുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഹൈവേ ഇവിടെ തുറന്നതിന് ശേഷം ഇവിടെ ഒരു ആഴ്ചയിൽ 3-4 ആക്സിഡൻറ്റ് ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ മെയിനായിട്ട് വരുമ്പോൾ 3 വരി ഹൈവേ വരുന്നത്, 1 വരി സർവീസ് റോഡും, 4 വരിയാണ് വരുന്നത്. അത് ഇവിടെ പഴയ റെയിൽവേ പാലത്ത് വെച്ച് 2 വരിയാവാണ്. ഇവിടെ മറ്റൊരു പ്രശ്നമുള്ളത് തൊട്ടടുത്ത് തന്നെ ഒരു എൻട്രി പോയിന്റ് ഉണ്ട്. ആ എൻട്രി പോയിന്റിലേക്ക് വാഹനങ്ങൾ, എൻട്രി പോയിന്റിലൂടെ നേരെ ഹൈവേയിലേക്ക് വാഹനങ്ങൾ കടക്കുന്ന സമയത്ത് ഇവിടെ നിന്നും വലിയ വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ അത് നേരെ പെട്ടെന്ന് എൻട്രി പോയിന്റിലൂടെ വരുന്ന വാഹനങ്ങളെ കണ്ട് ഡ്രൈവർമാർ ആശയക്കുഴപ്പത്തിലാവുകയും അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. കാരണം ഇവിടുന്ന് വരുന്ന വണ്ടിയും കൂടെ കാണുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടും. ആ ചവിട്ടലിലാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു 5 ഇത് തുടങ്ങി അന്ന് മുതൽ തന്നെ ഒരു 5-8 ഇപ്പോൾ അപകടം നടന്നു കഴിഞ്ഞു. മാത്രമല്ല എൻട്രി പോയിന്റിലൂടെ വരുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവിടെ നിന്ന് നേരെ ഹൈവേയിലേക്ക് കടക്കുമ്പോൾ ഇടതുവശം ചേർന്ന് വേണം തൊട്ടടുത്ത 2ാമത്തെ ട്രാക്കിലേക്ക് കടക്കാനായി. അതിന് പുറകിൽ നിന്ന് വാഹനങ്ങൾ, പ്രധാന ഹൈവേയിലൂടെ വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം അടുത്ത ട്രാക്കിലേക്ക് കടക്കാൻ. പക്ഷേ പലപ്പോഴും ഡ്രൈവർമാരുടെ ഭാഗത്തുനിന്നും അത്തരത്തിൽ ഉള്ള ഒരു സമയോചിതമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല. കുറച്ച് ഡ്രൈവർമാരത്തും ചെറിയൊരു ഫാൾട്ടുണ്ട്. ഇവിടെ കയറിയിട്ട് നോക്കിയിട്ട് വേണം കിടക്കാൻ. ചിലവർ നേരെ അങ്ങോട്ട് കയറും. അപ്പോൾ അവിടുന്ന് 3 ലൈന് വരുന്ന ഈ സ്പീഡിലൊക്കെ വരുന്ന വണ്ടിക്കാർക്ക് വലിയ പ്രശ്നമായിട്ട് മാറുന്നുണ്ടാകും. ഒരു മണിക്കൂറിനുള്ളിൽ 3 ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് 2 ആഴ്ച മുമ്പ്. ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കാണുമായിരുന്നു. ആ ബിൽഡിങ്ങിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ 3 എണ്ണം പിന്നെ സ്പോട്ടുണ്ടായതാണ്. അപകടത്തിന് കാരണമാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതുവരെ, അതായത് കുറ്റിപ്പുറം പാലം എത്തുന്നതിന് തൊട്ട് മുൻപ് വരെ 3 ലൈനായാണ് തൃശ്ശൂർ ഭാഗത്തേക്കുള്ള അല്ലെങ്കിൽ തെക്കോട്ടുള്ള ട്രാക്കിൽ ഉള്ളത്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ നേരെ കുറ്റിപ്പുറം പഴയ പാലത്തിലേക്ക് എത്തുമ്പോൾ 2 വരിയായി മാത്രം ഗതാഗതം ചുരുങ്ങുകയാണ്. അതേസമയം തെക്ക് ഭാഗത്തു നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്ന ട്രാക്ക് നോക്കൂ. അത് പുതിയ പാലമാണ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ആ ട്രാക്കിൽ അപകടങ്ങൾ കുറവാണ് എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ മേഖലയിൽ ഗതാഗതം സ്തംഭനമുണ്ടാക്കാനും അതുപോലെ തന്നെ വലിയ അപകടങ്ങൾ ഉണ്ടാക്കാനും പ്രധാനപ്പെട്ട കാരണമായി ഇവിടുത്തെ നാട്ടുകാരും ഇതിലൂടെ വാഹനം ഓടിക്കുന്ന യാത്രക്കാരും ഒക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. മണികണ്ഠനൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.